നമസ്കാരം. ഇന്ന് നമുക്ക് 4 അതിഥികളാണുള്ളത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. ഒരു ഗായകൻ. എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് ബാലചന്ദ്ര മേനോനായിരിക്കും. അത് തെറ്റിദ്ധരിക്കേണ്ട, മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട വിനീത് ശ്രീനിവാസൻ. സിനിമാക്കാരൻ്റെ കഥയുമായിട്ടാണ് ഈ 4 അതിഥികൾ നമുക്ക് എത്തിയിരിക്കുന്നത്. ഒരു സിനിമക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു കുടുംബ സിനിമ, അച്ഛൻ, അനുജൻ, വിനീത് എല്ലാവരും സിനിമയിൽ നിന്ന് വരുന്നു. ഈ കഥ ജീവിതമായിട്ട് എത്രമാത്രം അടുത്തിട്ടുണ്ട്? ഈ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ശരിക്കും. അപ്പം ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ശരിക്ക് ഫേസ് ചെയ്തിട്ടില്ല. അതൊരു ഭയങ്കര സ്ട്രഗിളാണ് ശരിക്കും. എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി നടക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിജയേട്ടനെ പോലെ ഒരു പ്രൊഡ്യൂസറെയൊക്കെ കൺവിൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതെ. അപ്പോൾ അത് കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ സ്ട്രഗിൾസിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഇൻസിഡൻസ് കൂടെയൊക്കെ കടന്നു പോകുന്നൊരു സിനിമയാണിത്. പക്ഷേ അത് പറയുമ്പോൾ പോലും ഒരു സ്ഥിരം സിനിമയെ സംബന്ധിച്ചുള്ള സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം സിനിമകളൊന്നും പോകുന്ന ഒരു റൂട്ടിലല്ല ഈ സിനിമ പോകുന്നത്. അല്ല, അതാണല്ലോ ഉദ്യാനായ താരം. ആ സിനിമയിലൂടെയാണ് വിനീത് കയറി വരുന്നു, സോങ്ങിലൂടെ കയറി വരുന്നു. ആ ഒരു കഥ നമ്മൾ സിനിമാ കഥകൾ ഒത്തിരി കേട്ട് പോകണമെങ്കിൽ ഒത്തിരി പടങ്ങൾ നമ്മൾ കാണുന്നു. അതിലൊക്കെ ഒത്തിരി വ്യത്യസ്തമുണ്ടെന്നാണ് വിനീത് പറയുന്നത്. ഇപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം ഇപ്പോൾ നമ്മുടെ അടുത്ത് വളരെ അടുത്ത കൂട്ടുകാരടക്കം എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് ഒരു ഇൻസ്പിറേഷണൽ ലെവലിലുള്ള സിനിമയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയല്ല ഇത് ശരിക്കും. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ ലൈഫിൽ നടക്കുന്ന ചില ഇൻസിഡൻസ് ആണ് ശരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ലിയോചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പല മേഖലയിൽ കൈവച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, അഭിനയിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ കോർത്തിണക്കുമ്പോൾ പല പടങ്ങൾ അഭിനയിച്ചപ്പം ഈ സിനിമയുടെ പേരുമായിട്ട് സാമ്യം വരുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം വെച്ചാൽ ലിയോചേട്ടനാണെങ്കിൽ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു പടമായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ ഡയറക്ടർ എന്ന നിലയിൽ താങ്കളും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമ എങ്ങനെയായിരുന്നു നിങ്ങളുടെ നിങ്ങൾ ഒരു സീൻ എടുത്തിട്ട് ലിയോചേട്ടൻ അതിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ ശരിക്കും കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, സ്ക്രിപ്റ്റിൽ നമ്മൾ വായിക്കുമ്പോഴുള്ള ഒരു സംഗതിയിൽ നിന്ന് മാറി അത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ വളരുന്നത് ശരിക്കും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിജയേട്ടൻ ഡബ് ചെയ്ത് വന്നിട്ട് ഒരു ദിവസം ഞാനും വിജയേട്ടനും നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ വിജയേട്ടൻ എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ ഇത്രയും കാര്യങ്ങളുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വ്യത്യസ്തമായ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഡയറക്ടറിന് കഴിയുന്നുണ്ട്. അത് നമുക്കൊരു കൈമുതലായി എടുക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? പല പാഠങ്ങളും പഠിച്ചു വരുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു വിനീതിനെ കുറിച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞപ്പം നല്ലൊരു ഡയറക്ടർ എല്ലാം കൊണ്ട് എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും വിനീത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇത് ചെയ്യില്ലായിരുന്നു. പക്ഷേ വിനീതിന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. അത് നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കൂടിയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈവിട്ട് പോകുന്നുണ്ടെങ്കിലും അത് നോട്ട് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സംസ്ഥാന അവാർഡ് കിട്ടി നല്ലൊരു രീതിക്ക് നിൽക്കുകയാണ്. അത് സംസ്ഥാന അവാർഡ് കിട്ടി ഇത്രയും ക്ഷീണിച്ചൊരാളെ അതല്ലേ? അതെന്താ എനിക്ക് മനസ്സിലായില്ല വിനീത് പറഞ്ഞ എന്താ അത്ര ക്ഷീണിതമായ? അങ്ങനെയല്ല ഏട്ടാ, ഒന്നാമത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സാധനമാണ്. പിന്നെ ഒരു സംഭവമാണ് അത് നല്ല രീതിയിലാണ് എന്തായാലും. അപ്പം ഈ ഒരു സിനിമാക്കാരൻ്റെ ലൊക്കേഷനിൽ ആണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത്, എല്ലാവരും ആക്ച്വലി അറിയുന്നത്. അപ്പോൾ അന്ന് മുതൽ എവിടെ പോയാലും ഏത് ഷോട്ടിന് മുമ്പ് ഞാൻ വെറുതെ അതിലൊന്നും നടന്നാലും അത് സംസ്ഥാനം എല്ലാവരും അത് തന്നെയാ ചോദിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ സംസ്ഥാന അവാർഡ് കിട്ടി ആ സന്തോഷത്തിൽ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നി? എനിക്കത് വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാൻ ഡേ 1 മുതൽ അവസാനത്തെ ഡേ വരെ
ഭയങ്കര ഒരു എന്താ പറയുക ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ദ ഹോൾ സെറ്റ്. അതായത് വെറും പ്രൊഫഷണലിസം മാത്രമല്ല, എല്ലാവരും തമ്മിലൊരു പേഴ്സണലൈസ് ടച്ച് ഉണ്ടായിരുന്നു. നമ്മളുടെ ആ ഒരു ഫീലില്ലേ, ആ ഫീലിലാണ് അഭിനയിച്ചത്. പിന്നെ എനിക്കറിയില്ല ഇനിയിപ്പോൾ ലിയോ ചേട്ടൻ്റെ സെറ്റ് ആയതുകൊണ്ടാണോ അതോ വിനീതേട്ടൻ്റെ പ്രസൻസ്, അത് മൊത്തമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, ആ ടീം വർക്ക് ആയിരിക്കും. ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു മൊത്തത്തിൽ. സോ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം ഒരിക്കലും സംസ്ഥാന അവാർഡ് ആ ഭാഗത്തോട് പോലും പോയിട്ടില്ല. ഇല്ല. ഇപ്പോൾ നമുക്ക് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സംസ്ഥാന അവാർഡ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് നല്ലത് സമ്മാനിക്കണം എന്നുള്ളൊരു പ്രചോദനമായില്ലേ അത്? അതെ, ഓഫ് കോഴ്സ്. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേടി ഉണ്ടായിരുന്നു ഇനി വരാൻ പോകുന്നത്. കാരണം ഈ ഒരു അവാർഡ് കിട്ടുന്ന മോട്ടിവേഷനാണ്, നമുക്ക് നല്ല റോൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് ഓഫ് കോഴ്സ് അപ്ലിഫ്റ്റിംഗ് ആണ്. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ, ഇനി അടുത്തതിലും ആൾക്കാർ ഇത് കിട്ടി എന്നിട്ട് അവൾ എന്താണ് കാണിച്ചു വെക്കുന്നത് ജഡ്ജ് ചെയ്യുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. സോ ആ പേടി നമ്മളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും ടു ഡു ബെറ്റർ. ഫസ്റ്റ് ആസിഫ് അലിയുടെ കൂടെ അഭിനയിച്ചു, അതിലും മിടുക്കനായ വിനീതിനോട് അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി? അയ്യോ, അങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ എല്ലാവരുടെ അടുത്തുനിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പം വിനീതേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് പോലും ഹി സ്റ്റിൽ ലേണിങ്. അതുപോലെ ഇപ്പം പുതിയതായി വന്ന എനിക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം വിനീതേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഹി ഈസ് വെരി ഡൗൺ ടു എർത്ത്. എല്ലാവർക്കും അറിയാം, വിനയം എളിമ, എല്ലാവരും അതിനെ എപ്പോഴും വിനീതേട്ടൻ കാണുമ്പോൾ എങ്ങനെ എവിടുന്ന് വരും എന്നൊക്കെ. പക്ഷേ അത് കാണുമ്പോൾ എന്താണെന്നറിയോ, അത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു വിനയം ഇല്ലെങ്കിൽ പോലും അത് എവിടെന്നെങ്കിലുമൊക്കെ വരും. ഓക്കെ, ഐ ഷുഡ് ഓൾസോ വിനയം പഠിച്ചതല്ലേ കുറച്ചൊക്കെ, ലൈക്ക് എങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിൽക്കണം, ഒരു കാര്യം നമുക്ക് അവതരിപ്പിക്കണേ തന്നെ. ഇപ്പം ഭയങ്കര ഞാനാണേ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്, പക്ഷേ അത് ഡിപ്ലോമാറ്റിക്കലി എങ്ങനെ അത് നല്ല രീതിയിൽ ആ കാര്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യാത്ത ഒരാളാണ്. ഷോട്ട് കഴിഞ്ഞ ഒരു മൂലയ്ക്ക് പോയിട്ട് ഒന്നുമില്ലേ ഫോണിൽ ദിവ്യച്ചയുടെ കൂടെ ആയിരിക്കും, അല്ലെ ഉറങ്ങുകയായിരിക്കും, അല്ലെ ഭക്ഷണത്തിനെ കുറിച്ച്, ലൈക്ക് ഹീസ് ആരെയും ഒന്നും ബോദർ ചെയ്യാത്തൊരു ഒരു ആർട്ടിസ്റ്റ്. അതായത് എനിക്കത് താ, എനിക്കിത് താ, ഒരു ജാട അങ്ങനെയൊന്നുമില്ല. ഹീസ് ഭയങ്കര പ്രൊഫഷണലുമാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡൗൺ ടു എർത്തും ആണ്. അത് പഠിക്കാൻ പറ്റും. പിന്നെ അഭിനയിക്കുമ്പോഴും ഓരോരോ ടേക്കിലും ബെറ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചാൽ പുള്ളി പറയും. അല്ല, എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ട്, ഞാൻ ചോദിച്ചാൽ അത് വളരെ നല്ല രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് വിനീതേട്ടൻ മാത്രമല്ല, ലിയോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇപ്പം വിജയ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും ഹീൽ ഓൾസോ ഹാവ് സംതിങ് ടു സേ. അതാ ഞാൻ പറയാം, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞുതരാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം മൂന്നാമത്തെ ആളുടെ അടുത്ത് അഭിനയിച്ചു. ഇപ്പോൾ ആസിഫ് അലിയായിട്ട്, ദിലീപായിട്ട് അഭിനയിച്ചു, വിനീതുമായിട്ട് അഭിനയിച്ചു. വിനീതുമായിട്ട് പടം കഴിഞ്ഞിരിക്കുകയാണ്. ബെറ്റർ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറയാൻ വേണ്ട, ചോദിക്കുന്നില്ല, പറയാം. എങ്കിലും നല്ലതാരായിരുന്നു. ഇംഗ്ലീഷ് ചോദിക്കില്ല, ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നു. പിന്നെ പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ അങ്ങനെ ഒരാൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കഴിവ് പ്രത്യേകതയാണ്. ഇല്ല ഏട്ടാ, 3 പേരും സ്പെഷ്യൽ ആയിരുന്നു ഞാൻ പറയാം. കാരണം ആസിഫിന്റെ ഗുണമുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ ഒരു പുതിയൊരു പേഴ്സണായിട്ട് കണ്ടിട്ടില്ല, എന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവളെ ഇപ്പം വന്നവർക്ക് എന്താ പറയുക അതൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സപ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആസിഫ്. ദിലീപായിട്ടിനെ ഞാൻ ശ്രദ്ധിച്ചത് സൂപ്പർ സ്റ്റാർ ആയിട്ട് പോലും ഒരു 5 വയസ്സായിട്ട് ജാടില്ലാത്ത മനുഷ്യൻ. ആൻഡ് സ്പോട്ടിൽ ഇപ്പം എനിക്ക് അറിയില്ല, വീണ് എനിക്ക് കാണിച്ചു തരും. അത് അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അപ്പം അത്രയും ഡൗൺ ടു എർത്ത് ആയിരിക്കുന്ന ഒരാൾ. പിന്നെ ഇപ്പം വിനീതേട്ടൻ്റെ ഇത് ഞാൻ ഇത്രയും നേരം പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിനീതേട്ടൻ എണീറ്റ് പോകും, ഇനി എന്നോട് അടുത്തേൽ വരും, ഇനി നീ മിണ്ടരുത് തന്നെ കുറിച്ചൊന്നും. പക്ഷേ അതാണ് ഓരോരുത്തരുടെ അടുത്തുനിന്നും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹാർട്ടിൻ്റെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന 2-3 സീൻസ് ഉണ്ട്. നമുക്ക് എല്ലാ സിനിമയിലും ഉണ്ടാവുമല്ലോ. പക്ഷേ എല്ലാം ഭയങ്കര ഇമോഷണൽ കരച്ചിൽ അങ്ങനെയല്ല, നമുക്ക് മനസ്സിൽ ഭയങ്കര ക്ലോസ് ആയിരിക്കുന്ന ചില സീൻസ് ഉണ്ടാവും. അത് അഭിനയിച്ചപ്പോൾ എനിക്ക് ശരിക്കും വിനീതേട്ടനെ അല്ല, ഞാൻ ആ സ്ഥാനത്ത് ഞാൻ ആൽബിനെ തന്നെയാണ് കണ്ടത്. അതായത് എനിക്കതൊരിക്കലും വിനീതേട്ടനാണ് ആസ് എൻ ആർട്ടിസ്റ്റ് അതെനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ആ ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയിൽ വിനീതേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനത് ഇരുത്തി പുകഴ്ത്തുകയല്ല, എനിക്ക് ചാപ്പാക്കുരിശ് കണ്ടതിന് ശേഷം വിനീതേട്ടൻ ഇതുവരെ ചെയ്തതിൽ ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് റോൾസ് ആണത്. സോ എല്ലാ മേഖലയിലും ഞാൻ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്നാൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. ഞാൻ സ്ട്രെസ് ഫ്രീ എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് മാത്രമല്ല അഭിനയിച്ചിട്ടുള്ളതും 90% പുതുമുഖങ്ങളുടെ കൂടെയാണ്. അത് ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ അതിനകത്ത് വരുന്നത്. അപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഐ ബിക്കം എ പ്രൊഡ്യൂസർ ദർ. എനിക്ക് എന്തിനാ കോസ്റ്റിങ്ങിനെ കളയുന്നത്, എന്തിനാ ചെയ്യുന്നത്, എന്തിനാ ആ സീനെ ചുമ്മാ ആവശ്യമില്ലാത്ത എന്തിനാ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ ഇടപെടും. നമ്മൾ സ്ക്രീനിൽ പോയിട്ട് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇടപെടുന്ന, ബിക്കോസ് എല്ലാം പുതിയ ആൾക്കാരാണ്, അവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോജക്റ്റ് ഉണ്ടാകുമ്പോൾ തൊട്ട് അങ്ങനെ ആയി. പക്ഷേ എനിക്ക്
ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ എൻ്റെ ഭാഗം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ കൊച്ചിലോട്ട് ഈ ഫ്ലാറ്റ് കൾച്ചറിൽ വളർന്നിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് ബോംബെയിലും ദുബായിലും ഫ്ലാറ്റുകളിൽ ഐ മീൻ കുട്ടിയായിരുന്നപ്പോൾ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മൊത്തം ഫ്ലാറ്റിലായിരുന്നു. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഫ്ലാറ്റുകളിലാണ്. അവിടെ പലപ്പോഴും അവിടെ ഒരാളുണ്ടാവും, നല്ല ചൊറിയായിരിക്കും. അയാൾ എന്തിനാണ് ഫ്രസ്ട്രേറ്റഡ് എന്ന് അയാൾക്ക് പോലും അറിഞ്ഞില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അയാൾക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്. കണ്ട ഒരു കുഴപ്പമില്ല, പക്ഷേ അയാൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇതിനകത്തുള്ളത്. സോ റിയലി എൻജോയ്. ഞാൻ വിനീതിനോട് പറഞ്ഞ പോലെ ഈ സിനിമ ഡബ് ചെയ്യാൻ പോയപ്പം ഞാൻ ഇത് വേറെ പടമാണോ? ഇതിനകത്ത് എല്ലാ ഇമോഷൻസും ഉണ്ട്. സോ എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുന്ന ഒരു എലമെന്റ് ഈ സിനിമയിലുണ്ടാവും. ഇനിയിപ്പോൾ അടുത്തൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണം, വിനീതിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്ത് ഒരു നായകനെ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴെല്ലാം നമ്മൾ അറിയുന്നത് സമയം കൊടുക്കുന്നത്. എന്തായാലും ഈ പ്രേഷർ, ഇന്ന് കാണുന്ന പ്രേഷർക്ക് ഒരു കാര്യം ഉറപ്പ് നമുക്ക് നൽകാൻ കഴിയും. അല്ല, അടുത്ത ഞങ്ങൾ ഒരു സിനിമ ചെയ്യും. ഇല്ല വിനീത്, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ ചാനലുകാരും എന്നോട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ഒന്നും പറയാൻ പറ്റില്ല. യു വാസ് ഓൾസോ ദേർ വർക്കിംഗ് വിത്ത് മീ. അടുത്ത സിനിമ എന്തെങ്കിലും ഒരു ദിവസം ഒരു സിനിമ, വൈകാതെ ഒരു പടം. ഈ റംസാൻ നോയമ്പൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ പെരുന്നാളിൻ്റെ ദിനത്തിലാണല്ലോ, ഈ റംസാനൊക്കെ എങ്ങനെ ഓർക്കുന്നു? റംസാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച പിള്ളേരുടെയൊക്കെ വീടുകളിൽ പോകുമ്പോഴുള്ള ഭക്ഷണം ഭയങ്കര, അതിൻ്റെ ഓർമ്മകൾ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റീസെൻ്റായിട്ട് എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഷാനിൻ്റെ വീട്ടിൽ കമ്പോസിങ്ങിന് പോകുന്ന സമയത്ത്, അപ്പോൾ നോമ്പ് കുറേ ഉണ്ടാവുമല്ലോ വൈകുന്നേരം ആകുമ്പോൾ, ഞാൻ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാറുണ്ട് അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നോമ്പ് കുറേയുടെ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ആ സമയത്തുള്ള പലഹാരങ്ങൾ അത് ഭയങ്കര ഇതാണ്. പിന്നെ ചെന്നൈയിൽ ചില ഹോട്ടലിൽ നമുക്ക് നോമ്പ് തുറയുടെ സമയത്ത് ഹലീം എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ് കിട്ടും. അത് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. വേറെ പേരിലായിരിക്കും ഉണ്ടല്ലേ. ഹലീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ പെരുന്നാൾ ഓർമ്മ എങ്ങനെയാണ്? കോഴിക്കോടുകാരിയാണ്. ഫുഡ് അതായത് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി പാരഗൺ കഴിച്ചിട്ട് വൈകുന്നേരം പോയിട്ടായിരിക്കും നോമ്പ് തുറക്കുന്നത് ഫുൾ. അപ്പം ഫുഡാണ് എനിക്ക് പെരുന്നാൾ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഫാക്ടർ ഫുഡാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അല്ല എനിക്ക് വരുന്നത് അതെ, എനിക്ക് പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഫുഡ്, പിന്നെ തട്ടോട്ട സുന്ദരിമാര്, ഇതൊക്കെയാണ് എനിക്ക് മനസ്സിൽ വരുന്ന ഓർമ്മകൾ. ഈ സിനിമയുടെ കൂടുതൽ വിശേഷവുമായിട്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ഈ കഥ കഴിഞ്ഞപ്പോൾ വിനീതിനെ തന്നെ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്തായിരുന്നു? മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെല്ലാവർക്കും ഒരു സിനിമക്കാരൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആവുന്ന, സ്പോട്ട് ചെയ്യാവുന്ന ഒരാൾ വിനീതാണ്. അപ്പോൾ പിന്നെ വിനീതിൻ്റെ മുഖത്തിൽ ഈ പറയുന്ന നമ്മുടെ കഥാപാത്രം കടന്നു പോകുന്ന വഴികളെയൊക്കെ വളരെ കുറച്ചുകൂടി ലളിതമായിട്ട് പോർട്രേറ്റ് ചെയ്യാനായിട്ട്, പ്രസൻറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിലൂടെ സാധിക്കുന്നു തോന്നി. രജിസ്റ്ററെ സംബന്ധിച്ച് ആങ്കർ ഫീൽഡിൽ നിന്ന് നേരെ ഇപ്പോൾ ആങ്കർമാരെല്ലാവരും സിനിമയിലേക്ക് അതൊരു എല്ലാവരും ഇപ്പം ആങ്കർ ചെയ്യുന്ന എല്ലാവരും ഇപ്പം നായികയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭീഷണിയാണല്ലേ? സംസ്ഥാന അവാർഡ് കിട്ടിയോണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇല്ല ഏട്ടാ, ഐ തിങ്ക് ഓപ്പർച്യൂണിറ്റീസ് എന്നും എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കണം. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ശ്രീനിവാസൻ സാറിൻ്റെ ഒക്കെ പടത്ത് കാണുന്ന പോലെ ഈ ചെന്നൈയിൽ പോയിട്ട് ഇങ്ങനെ ശരിക്കും അലയാണ് ഒരു റോളിന് വേണ്ടിയിട്ട്, അതിൽ ടു ഗെറ്റ് എ ചാൻസ് എന്നുള്ളത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇത്രയുണ്ട്, ഓഡീഷൻസ് ഉണ്ട്, കാസ്റ്റിംഗ് കോൾ ഉണ്ട് കൂടുതലും. അപ്പം നമുക്ക് ഒരു ബാരിയേഴ്സും ഇല്ലാണ്ട് അവിടെ പോവുക, ഓഡിഷൻ കൊടുക്കുക, അവർക്ക് ഇഷ്ടമായ വി ആർ ഇൻ എന്നുള്ളതാണ്. അപ്പം അത് അത്രയും ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം. കാരണം മലയാളത്തിൽ ആക്ടേഴ്സ് പ്രോമിനൻ്റ് ആയിട്ട് അവിടെ സ്റ്റേബിളായി നിൽക്കുമെങ്കിലും ആക്ട്രസസ് അങ്ങ് ഒന്നുമില്ല അവർ വേറൊരു ലാംഗ്വേജിലേക്ക് പോകും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർ അഭിനയം നിർത്തും. അപ്പം എപ്പോഴും വേക്കൻസി ഉള്ളൊരു പോസ്റ്റാണ് മലയാളത്തിൽ ആക്ട്രസസ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ പേര് വരിക, കൂടുതൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അഭിനയം ആങ്കർ ജീവിതമായിട്ട് ആങ്കർ ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് കൂടുന്നുണ്ട് അഭിനയത്തിൽ? എനിക്ക് ആങ്കറിങ് എന്നെ അഭിനയത്തിൽ ഒട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതായത് അങ്ങനെയല്ല, ക്യാമറ എന്നുള്ളൊരു ഫിയർ മാറ്റി എന്നല്ലാതെ
കാരണം ആങ്കറിങ്ങിൻ്റെ മാനറിസംസ് അഭിനയത്തിൽ കയറി വന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കരിക്കും വെള്ളം ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആങ്കറിങ് നിർത്തി ഒരു 7-8 മാസത്തോളം ഞാൻ ബ്രേക്ക് എടുത്തത്. കാരണം എത്ര നാച്ചുറൽ ആങ്കറിങ് ആണെങ്കിലും നമ്മളൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു ടിക്കറ്റ്സ് ഫോളോ ചെയ്യണമല്ലോ. അത് അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു സാധനം വന്നാൽ അത് ഭയങ്കര ഭയങ്കര നാച്ചുറൽ. ആ ഒരു എസ്പെഷ്യലി ഇന്നത്തെ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ആക്ടിങ്ങിന് പകരം. പണ്ട് തിയേറ്ററിനേക്കാൾ കൂടുതൽ ബിഹേവിയറാണ്. അപ്പം ആങ്കറിങ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇപ്പം വിനീത് ഏട്ടനെ ആണെങ്കിലും ദിലീപ് ഏട്ടനെ ആണെങ്കിലും ഞാൻ ഇപ്പം പറയും, ഇതുവരെ ഞാൻ അഭിനയിച്ച എല്ലാ കോസ്റ്റേഴ്സിനെയും ഒരു സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വലിയ സ്റ്റാർസ് വരുമ്പോൾ ഒരു ടെൻഷൻ, അതായത് ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണോ, എങ്ങനെ ഞാൻ ചെയ്യുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ക്യാമറ ഫിയർ ഉണ്ടാവില്ല എന്നുള്ള ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ അങ്ങനെ രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആണ് കേട്ടോ. അതെ. പിന്നെ ഇതിപ്പം ഇത്രയും നാളും അഭിനയിച്ച ജീവിതത്തിൽ അഭിനയിച്ചതിൽ നിന്നും നമുക്കൊരു ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും അഭിനയിച്ചു, ഇപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു അഭിനയം ഉണ്ടാവും മനസ്സിൽ തോന്നുന്നത്? എനിക്ക് അഭിനയിക്കുക എന്നുള്ളതിനേക്കാളും എനിക്ക് രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉള്ള സിനിമകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അതിൽ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ്. അഭിനയിക്കുക എന്നുള്ളതിനേക്കാളും നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആക്ടിങ് വൈസ് വലിയ അംബിഷനൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനങ്ങനെ ഒരു ഭയങ്കര ആക്ടറല്ല, ഭയങ്കര ലിമിറ്റേഷനുള്ള ആർട്ടിസ്റ്റാണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു സബ്ജക്റ്റിൽ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് കാലം ഇരിക്കേണ്ടി വരും. ഒരു 1.5 വർഷം 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സിനിമയിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു സിനിമയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിലിം ക്രൂവിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ എസ്തെറ്റിക്സ് ഷെയർ ചെയ്യുന്ന കുറേ ആളുകളുടെ കൂടെ നമുക്ക് കുറേ ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ കഥ തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പുതിയ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിനൊരുപാട് ഗുണമുണ്ടാവും. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ടോട്ടൽ പ്രോസസ്സിന് ഭയങ്കര ഈ മലയാളം വിട്ട് ഹിന്ദി തമിഴ് മേഖലയിലേക്ക് ഒരു താല്പര്യമില്ല. അതെന്താ? എനിക്ക് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഹിന്ദി പാട്ട് പാടണം ഒരാഗ്രഹമുണ്ട്. തമിഴിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തമിഴിലൊരു മ്യൂസിക് ഡയറക്ടർ എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൾ എനിക്ക് വന്നിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹിന്ദിയിൽ എനിക്ക് എപ്പോഴെങ്കിലും പാടണം എന്നുണ്ട്. എനിക്ക് അഭിനയിക്കണമെന്നോ ഡയറക്റ്റ് ചെയ്യണമെന്നോ. ഹിന്ദി പാടുന്നത് വിജയേട്ടനൊക്കെ വിചാരിച്ച ഈസിയാണ്. ബോംബെയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി ബന്ധങ്ങളുള്ള ആളാണ്. അതൊന്നും പരിഹരിക്കാവുന്ന കേസാണ്. അല്ല, ഡയറക്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഇങ്ങോട്ടും കൂടെ ഒന്ന് ചെയ്യാവുന്ന ഒരു സംഭവമായിട്ട് നോട്ട് ചെയ്തു. എങ്ങനെ സോപ്പിടണമെന്ന് മനസ്സിലായി. ഇതിനു മുമ്പ് വിനീത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിജയേട്ടന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ശരിയാകാം. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ല. അപ്പൊ ഹിന്ദി പാട്ട് പാടി മരിക്കും. അല്ല, അത് എന്തായി ഇപ്പം റംസാൻ പെരുന്നാളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ ഒരു സോങ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സോങ് ഏതായിരിക്കും? ആ സോങ്ങിനെ ഒന്ന് നമുക്ക് പ്രഷർക്ക് വേണ്ടി. ആയിക്കോട്ടെ. ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്നൊരേ ഇലകൾ നമ്മൾ പ്രണയശാഖയിൽ തെളിയുമീറൻ ദലപുടങ്ങളായി മാറുവാനായി പാടാൻ മറന്നൊരു പാട്ടിൻ ചിറകുകളിൽ തരരര തരരര സ്നേഹിച്ചും താന താനാനാനാനാന താനാന താനാന താനാനാന താനാനാനാന 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 താനാനാന ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്നൊരേ ഇലകൾ നമ്മൾ. ഈ പാട്ട് തന്നെയായിരിക്കും ഇതിലെ ഏറ്റവും ഹിറ്റ്. ആവട്ടെ. അല്ല, ഇത് തന്നെയായിരിക്കും ഏറ്റവും ഹിറ്റ് എന്ന് പറയുന്നത്. പാട്ടൊന്നും പാടില്ല എന്ന് എനിക്ക് അറിയാമെങ്കിലും പാടുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അല്ലേ?
പാടണം. അല്ല, ഇങ്ങനെ എന്റെ പാട്ടിനെ കുറിച്ച് വിവരിക്കൂ, പറയൂ. സംസ്ഥാനോട് പാട്ടിനായിരുന്നു. അതായത് ബൈ ചാൻസ് ഞാൻ, പക്ഷേ ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് ഷൂട്ട് കഴിയും. അതായത് എല്ലാം പക്കയായിരുന്നു കേട്ടോ. പ്രീ പ്രൊഡക്ഷൻ്റെ പ്ലാനിങ്, ഇമാതിരി പ്ലാനിങ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലൈക്ക് ഒരു കൺഫ്യൂഷനോ സെറ്റിലൊരു സാധനം മിസ്സിങ്ങോ ആൾ വരാൻ ലേറ്റോ ഒന്നുമില്ല, ഒക്കെ പക്ക. പക്ഷെ എന്നാലും മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഷോർട്ട് ഒന്ന് ഡിലേ ആണ്, ഞാൻ പാട്ട് പാടാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെയാ. അത്രയ്ക്ക് നല്ല പാട്ടായതുകൊണ്ട് എല്ലാവരും ഓടിച്ചിട്ട് അയ്യോ രഞ്ജയുടെ പാട്ട് നിൽക്കരുതെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല പാട്ടാണ്. എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്. ഭയങ്കര മോശം പാട്ടാ, പക്ഷെ ഞാൻ മോശമായിട്ട് തന്നെ പാടിത്തരാം. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിരകളിലാടുത്ത്. അത്രയ്ക്ക് മോശമാണ്. അല്ല, വിനീതിനെ അറിയാവുന്നതുകൊണ്ട് വിനീത് കറക്റ്റ് പറയുന്നു. അത്രയ്ക്ക് ബോറിലായിരുന്നു. അടുത്ത പടത്തിൽ എന്റെ കൂടെ പാടിക്കോ. ഗോപിസുന്ദറിന്റെ ഒരു പാട്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നമുക്ക് ദേശീയ അവാർഡിലേക്ക് പോകണം. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ട കഥാപാത്രം താങ്കൾക്ക് ഏതാണ് ഇനി ജീവിതത്തിൽ ആഗ്രഹം? എനിക്ക് കിലുക്കത്തിലെ രേവതി ചേച്ചി ചെയ്ത റോൾ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഫുഡും ഉണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം വലുത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഇഷ്ടപ്പെട്ടു. ഞാൻ 80s 90s കാലഘട്ടത്ത് മലയാള സിനിമയിൽ ഉണ്ടായ കഥാപാത്രങ്ങളെ ഇങ്ങനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ലോഹിതദാസ് സാറിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ശ്രീനിവാസൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ആ സ്ക്രിപ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഹീറോൻ്റെ പടമാണ് അത്. ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ അങ്ങനത്തെ വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ട്രസിൻ്റെ റോളിന് വളരെയധികം ഡെപ്ത് ഉണ്ട്. തൂവാനത്തുമ്പികളിൽ നമുക്ക് അഫ്കോഴ്സ് അത് ലാലേട്ടൻ്റെ പടമാണെങ്കിൽ പോലും ആ ക്ലാര എന്ന് പറയുന്നത്, അതായത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ഫീമെയിൽ ക്യാരക്ടേഴ്സിന്, വൈശാലി ആണെങ്കിലും ഏതിനാണെങ്കിലും ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഒരിടയ്ക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് ഡിസപ്പിയർ ആയിട്ട് ഈ ഇടയാണ് അത് പിന്നെയും തിരിച്ചു വന്ന്, അത് എനിക്ക് തോന്നുന്നു അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എത്തിപ്പെടാൻ ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ റോൾസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്നെ തേടി വരണേ എന്ന് ശരിക്കും ആഗ്രഹിക്കുന്ന ഒരാളാണ്. വിനീതിൻ്റെ അടുത്ത പ്രൊജക്റ്റുകൾ എന്താണ്? ഞാൻ കമ്മിറ്റ് ചെയ്ത അടുത്ത സിനിമ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പേര് 5 വട്ടം വിനീത് ഒറ്റയടിക്ക് പറയണം. ഞാൻ കൗണ്ട് ചെയ്യും. ആന അലറലോട് അലറൽ, അതാണ് പടത്തിന്റെ ആന അലറലോ. ഞാൻ സിനിമാക്കാരെന്ന് പറയാം. ഒരു സിനിമാക്കാരൻ ഈ പടം മാർക്കറ്റ് ചെയ്യാൻ വന്നല്ലേ, നമുക്ക് അതിന്റെ പുതിയ ഡയറക്ടറാണ് ദിലീപ്. ആന അലർ അല്ലാതെ ആരാണെങ്കിലും ഇത് ഞാൻ എങ്ങനെ പറയും? പറഞ്ഞു വയ്ക്കുന്നത് പറഞ്ഞു. ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. ഒരു സിനിമാക്കാരൻ, ഒരു സിനിമാക്കാരന്റെ മാർക്കറ്റിംഗ് ആണ് അത് കറക്റ്റാട്ടോ. ആ പ്രൊമോഷൻ നമുക്ക് അതിലേക്ക് വരാൻ വേണ്ടി ഈ റംസാൻ ടച്ചോടുകൂടി ഒരു ഗാനത്തോടെ അവസാനിപ്പിക്കും. വിജയേട്ടൻ നേരെ പറയുകയും ചെയ്തതാണ് ഒരു ശരി. ഓക്കെ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം, ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം, ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. നന്നായിട്ടുണ്ട്. സിനിമാക്കാരൻ്റെ വിശേഷം ഇവിടെ തീരുന്നില്ല. ഇന്ന് കണ്ടവരും നാളെ കാണാനുള്ളവരും ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. കാരണം ഇതൊരു ജീവിതത്തിൻ്റെ കഥയാണ്. വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു കഥയാണ്. കാരണം വിനീത് ശ്രീനിവാസൻ അതെ, വിജയ് ബാബു അതെ, ഇവരെല്ലാം പല മേഖലയിൽ കൈവച്ചിരിക്കുന്നവരാണ്. ഈ പടം വൻ വിജയമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.